ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫിദ മോളുടെ അഡ്മിഷനും പിന്നെ നമ്മളുടെ ലക്ഷദ്വീപുകാരുടെ ചെറിയൊരു സൽക്കാരവുമാണ്. കൊച്ചിയിൽ വെച്ചിട്ടുള്ളൊരു സൽക്കാരമാണ്. അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നതാണ് കേട്ടോ. വീട്ടിലോട്ട് വിളിക്കുന്നതല്ല, നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അഡ്മിഷൻ കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനും. അപ്പോൾ ഇതാ ഫിദാൻ്റെ അഡ്മിഷനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. അപ്പോൾ ഫിദക്ക് അഡ്മിഷൻ കിട്ടിയത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റിയിലാണ്, ടാക്കുഫോസിലാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോയത്. അവിടെ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് അപ്പോൾ അന്ന് ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ അഡ്മിഷനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വന്ന് ഇപ്പോൾ ഈ മാസമാണ് ഇപ്പോൾ ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ ജോയിൻ ആയാൽ മതി, ക്ലാസ്സിലോട്ട് പോയാൽ മതി. അങ്ങനെ പിന്നെ അവൾ നാട്ടിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ ഈ മാസം ഇപ്പം പോകണം കേട്ടാ. അങ്ങനെ ഒരുപാട് നമ്മൾ ലക്ഷദ്വീപിലെ കുട്ടികളൊക്കെ ഉണ്ട്. ലക്ഷദ്വീപുകാരുടെ കോട്ട തന്നെയാണ്, സീറ്റ് തന്നെയാണ്. അപ്പോൾ അഡ്മിഷനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഓഫീസിൽ അവരെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് ഫീസും ഒക്കെ അടച്ചിട്ടാണ് നമ്മൾ പോകുമ്പോഴത്തേക്ക് വേറെ എവിടെയല്ല, നമ്മൾ ഷാഹിൻ്റെ അവിടെ തന്നെയാണ് പോയത്. അവിടെ മടവനയിൽ അതിൻ്റെ തൊട്ട് ഷാഹിൻ്റെ വീടിൻ്റെ തൊട്ട് തന്നെയാണ് ഇവളെ കോളേജ് ഉള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടാണ് പിന്നെ പോയത്. അപ്പോഴത്തേക്ക് അവിടെ കുറച്ചൊരു പലഹാരപ്പണിയൊക്കെ ആയിരുന്നു കേട്ടോ റംല. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഓഫീസിൻ്റെ അകത്തിലെ ഒരു ചെറിയ രീതിയിൽ ഞാൻ എടുത്തതാണ്. പക്ഷേ നമുക്കറിയില്ലല്ലോ അവരുടെ ഓഫീസൊക്കെ നമ്മൾ വീഡിയോയിൽ പകർത്തുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ഇടുമായിരിക്കും. ക്യാമ്പസൊക്കെ അല്ലേ, ക്യാമ്പസൊക്കെ ഉള്ള ഒരു പബ്ലിസിറ്റി ആയതുകൊണ്ട് അത് നമുക്ക് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഈ മാസം തൊട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ലേറ്റ് ആകുന്നുണ്ട് ക്ലാസ് തുടങ്ങാൻ. അപ്പോൾ തേർഡ് ഇയർ കുട്ടികൾ ഇറങ്ങിയിട്ട് വേണം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ അവർ കയറ്റാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ പോയി. അപ്പോഴത്തേക്കന്നെ ഉച്ചയായി. അപ്പോഴത്തേക്ക് ഇതാ റംല കെലാഞ്ചി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. കുറേ കെലാഞ്ചി ഉണ്ടാക്കണം, കൊടുക്കാനാണ് കേട്ടോ. റംലാൻ്റെ പുയ്യാപ്പിളൻ്റെ ആൾക്കാരുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ പുയ്യാപ്പിള മിനിക്കോയ്ക്കാരനാണ്. അപ്പോൾ അവരുടെ ആൾക്കാരും പുയ്യാപ്പിളയും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് പലഹാരമായിട്ട് ഫുഡ് ഐറ്റംസ് ആയിട്ട് പോയി കാണാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ റംല കെലാഞ്ചി ഉണ്ടാക്കുന്നതാണ്. ഇതാണ് നമ്മളുടെ ലക്ഷദ്വീപ് കെലാഞ്ചി. അങ്ങനെ കെലാഞ്ചി ഉണ്ടാക്കി പിന്നെ ഒറോട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാനും ഒഴിച്ചു കേട്ടോ. ഞാൻ ഈ കെലാഞ്ചി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഫ്രൈ പാനിലാണ് കേട്ടോ ദുബായിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഉരുളിയല്ല, ഈ ഉരുളിയിലാണ് നമ്മൾ ദ്വീപിലൊക്കെ ഈ ഉരുളിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ മറ്റേ ഈ ഉരുളിയിൽ കുറച്ച് കാലമായി ഞാൻ ഉണ്ടാക്കിയിട്ട്. പക്ഷേ ഉണ്ടാക്കിയപ്പോൾ ഓക്കെ ശരിയായി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. അത് നൈസായിട്ട് തന്നെ എണീറ്റ് വന്ന് കണ്ടാൽ നല്ല നൈസായിട്ട്. പിന്നെ അത് മടക്കി വെച്ചിട്ട് ഇതിന് പാലും ശർക്കര പാലിൽ പഴവും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ ലക്ഷദ്വീപുകാരുടെ. ഇപ്പോൾ ഒരുവിധം കേരളത്തുകാർക്കൊക്കെ അറിയാൻ പറ്റും. കാരണം ലക്ഷദ്വീപ് പോയവരൊക്കെ അതിൻ്റെ റെസിപ്പിയൊക്കെ നോക്കി വന്നിട്ട് ഉണ്ടാക്കാറുണ്ട്. കുറേ വ്ളോഗിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് നേരം വീട്ടിൽ വന്നു ഒന്നുകൂടി ഫ്രഷായിട്ട് പിന്നെ രണ്ടാമത് പോയിട്ട് പിന്നെ ബാക്കി പരിപാടികൾ. അപ്പോൾ കെലാഞ്ചിയെല്ലാം ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ചു. പിന്നെ കുറച്ച് ഒറോട്ടി കൂടി ഉണ്ടാക്കണം. അപ്പോൾ അത് ഒറോട്ടി നമ്മൾ ഉണ്ടാക്കുന്നത് വാഴയിലയിലാണ് കേട്ടോ. വാഴയിലയിൽ നമ്മൾ പുയിങ്ങലരി നല്ല ടൈറ്റാക്കി അരച്ചിട്ട് ഗ്രൈൻഡറിൽ അരച്ചിട്ട് അത് ഇങ്ങനെ ഓരോ ഇലയിലും വെച്ചിട്ട് പരത്തി എടുക്കലാണ്. അതൊന്നും ഞാൻ ചെറിയ രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മ ബിരിയാണി ഉണ്ടാക്കിയിരുന്നു കേട്ടോ, ബീഫ്. അപ്പോൾ അതിൽ നിന്നെല്ലാം എനിക്ക് എന്തോ അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. ബിരിയാണി ഉണ്ടാക്കിയതൊക്കെ എന്തോ ഞാൻ തിരക്കിലായി പോയിരുന്നു കേട്ടോ. അപ്പോൾ ബിരിയാണിയെല്ലാം ഒരുപാട് പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ പോകുമ്പോഴത്തേക്ക് ചിക്കൻ കറി റെഡിയായി. പിന്നെ ബിരിയാണിയൊക്കെ ഒരു സൈഡാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ കെലാഞ്ചിൻ്റെ പരിപാടി രണ്ടാമത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചിട്ട്, കാരണം നേരത്തെ ഉണ്ടാക്കിയതുണ്ടല്ലോ കുറച്ചൊരു കഴിച്ചു പോകുമ്പോഴത്തെ ഒരു പുളിപ്പ് വന്നിരുന്നു. അരിൻ്റേതാണോ എന്നറിയില്ല. പിന്നെ പുതിയ അരി അരച്ചിട്ട് രണ്ടാമത് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പിന്നെ ഞാനെല്ലാം അവിടെ നിന്നിട്ട് തൊട്ടെടുത്തു. കെലാഞ്ചിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ അത് ഇങ്ങനെ പറ്റിപ്പിടിക്കാതെ ഇളകി വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ അതെല്ലാം ഞാൻ ഒരുവിധം റെഡിയാകുമ്പോഴത്തേക്ക് റംലയും അവരും ഒറോട്ടീൻ്റെ പരിപാടിയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒറോട്ടീൻ്റെ പിറകെ ഒന്നും എനിക്ക് ക്യാമറയും കൊണ്ട് നടക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ചെറിയ രീതിയിൽ എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി അമർത്തണേ. നിങ്ങളുടെ വീട്ടുകാർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കെലാഞ്ചി പരിപാടി. ഇതൊന്നും അല്ല കേട്ടോ, ലക്ഷദ്വീപിലെ പലഹാരം എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് ഒറോട്ടി പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, അപ്പോൾ മറ്റേ ഭാഗത്ത് ഞാനിതാ ചുട്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒറോട്ടി. അപ്പോൾ പെട്ടെന്ന് പോകാനുമാണ്, മഗ്‌രിബിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ, അവർ കലൂരിലാണുള്ളത്, അപ്പോൾ ഇങ്ങോട്ട് എത്തിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് ഇതാ ഇങ്ങനെയാണ് നമ്മളെ നാട്ടിലെ ഒറോട്ടി പരത്തുന്നത്. അപ്പോൾ ഇത് വേറൊരു ഇല കൊണ്ട് മൂടിയിട്ട് നല്ല നൈസായിട്ടാണ് പരത്താൻ കേട്ടോ, മൂടിയിട്ട് പിന്നെ നമ്മുടെ ഇതിലിട്ടിട്ട് പത്തിരി ചുടുന്ന ഇതില്ലേ, ഇരുമ്പിലിട്ടിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ടിട്ട് പൊള്ളിച്ചെടുക്കും. പിന്നെ അതിലേക്ക് കുറച്ച് നല്ല കട്ടിപ്പാലുണ്ടല്ലോ, തേങ്ങാപ്പാൽ വന്ന് പുരട്ടിയാൽ സൂപ്പറാണ്. ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി എന്തിൻ്റെ ഒപ്പവും കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ലക്ഷദ്വീപിലെ ഈ പത്തിരി ഒരു വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, വായിലിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ പുറകെ ഇതും ഉണ്ട് കേട്ടോ, എല്ലാം തകൃതിയിലങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോസ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടുണ്ടല്ലോ, ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയ ചെറിയ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നുണ്ട്. പിന്നെ ഒറോട്ടിയൊക്കെ നമ്മൾ പരത്തി അതൊക്കെ ചുട്ട് പിന്നെ അതെല്ലാം ഓരോ പാക്കിംഗ് ആക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടാണ് അവിടെ നിന്ന്. അതുകൊണ്ടാണ് പാക്കിംഗ് ഒന്നും എടുക്കാൻ പറ്റാത്തത്. ഷാഹ് അല്ലേ ആൾ. അപ്പോൾ ഷാഹിൻ്റെ ഒച്ചയും പടയും ബഹളവും തിരക്കും കൂട്ടലും എല്ലാം ആയിട്ട് എനിക്ക് ക്യാമറ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങോട്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. നമ്മൾ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് അപ്പോൾ എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡ്, പ്രത്യേകിച്ച് ആന്ധ്രാക്കാരുടെ പലഹാരം ഉണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്.